മാത്യു ഡെസ്മണ്ട് എന്ന സോഷ്യോളജി പ്രൊഫസർ ആഴത്തിൽ പഠിച്ചെഴുതിയ എവിക്റ്റഡ് പോവർട്ടി ആൻഡ് പ്രോഫിറ്റ് ഇൻ ദ അമേരിക്കൻ സിറ്റി എന്നൊരു പുസ്തകമുണ്ട്. 2008 സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം അദ്ദേഹം അമേരിക്കയിലെ മിൽവാക്കിയിലെ സാധാരണക്കാരായ 8 കുടുംബങ്ങളുടെ ജീവിതം സൂക്ഷ്മമായി നിരീക്ഷിച്ചെഴുതിയ പുസ്തകം. പാർപ്പിട പ്രശ്നങ്ങളും കുടിയൊഴിപ്പിക്കലുകളും അതുണ്ടാക്കുന്ന സാമ്പത്തികവും മാനസികവുമായ പ്രത്യാഘാതങ്ങളുമാണ് ഈ പുസ്തകത്തിന്റെ വിഷയം. ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ഈ പുസ്തകത്തിന് 2017 പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചു. അമേരിക്കയിലെ ഒരു ചെറിയ പട്ടണത്തിലെ കഥയാണെങ്കിലും ലോകത്തിലെ ഏതിടത്തെയും സാമൂഹിക പ്രശ്നങ്ങളുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കും. രാജ്യങ്ങളുടെ വികസന നിലവാരം അനുസരിച്ച് അനുഭവങ്ങളുടെ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകുമെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലായാലും മനുഷ്യഭാവങ്ങൾ ഒന്നു തന്നെ. യുദ്ധം, വംശഹത്യ, പരസ്പര വിദ്വേഷം, സ്വേച്ഛാധിപത്യം, എതിരാളികളെ ഇല്ലായ്മ ചെയ്യൽ, വ്യാപാര നയതന്ത്ര കെണികൾ, അങ്ങനെ നിരവധി സങ്കീർണതകളിലൂടെ ലോകം കടന്നു പോകുമ്പോഴും അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവയുടെ സമവാക്യം ലോകമെങ്ങും വളരെ ലളിതമാണ്. ഒന്നുമില്ലാത്തവർക്ക് എന്ത് സങ്കീർണത! ഈ ഇരുവഴികളിലും തെളിയുന്ന രചിതരേഖകളുണ്ട്. അതാണ് മനുഷ്യജീവിതത്തിന്റെ മഹത്വം. മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്താൽ ബന്ധിതരായ വ്യക്തികളും കൂട്ടായ്മകളും മനുഷ്യാസ്തിത്വത്തിന്റെ അർത്ഥം തന്നെ മാറ്റിയെഴുതുന്നു. അത്തരമൊരു മഹത് പ്രവൃത്തിയെ ഉയർത്തിക്കാണിക്കാം നമ്മുടെ കേരളത്തിൽ തന്നെ. ഒരു കുടുംബം മാതാപിതാക്കളുടെ സ്മരണയ്ക്ക് 25 സ്നേഹവീടുകൾ നിർമ്മിച്ചു നൽകുന്നു. പാലാ, കരൂർ, ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുട്ടപ്പൻ എന്ന കുര്യൻ ചാണ്ടിയുടെയും ഭാര്യ സിസിലിയുടെയും ഓർമ്മകൾ 25 കുടുംബങ്ങളുടെ ആശ്വാസ നിശ്വാസങ്ങളായി പുനർജനിക്കുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ പാവപ്പെട്ട 11 കുടുംബങ്ങൾക്ക് വീടൊരുക്കിയിരിക്കുകയാണ് ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുര്യൻ ചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇനി 14 കുടുംബങ്ങൾക്ക് കൂടി വീട് നിർമ്മിച്ചു നൽകാനുള്ള ശ്രമം തുടങ്ങും. മൊത്തം 25 സ്നേഹവീടുകളാണ് കരൂർ വൈദ്യശാലപ്പടിയിലെ ഇൻഫന്റ് ജീസസ് നഗറിൽ ഉയരുന്നത്. 3 ഏക്കർ വാങ്ങിയാണ് ഭവന പദ്ധതി ആരംഭിച്ചത്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടുകളാണ് നിർമ്മിക്കുക എന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ മാത്യു അലക്സാണ്ടർ, സിൻലെറ്റ് മാത്യു, അലിക് മാത്യു, ഫെലിക്സ് മാത്യു, ചാണ്ടിക്കുഞ്ഞ്, ബോണി തോമസ് എന്നിവർ അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പണി തീർത്ത 11 വീടുകളുടെ വെഞ്ചരിപ്പും പുതുതായി നിർമ്മിക്കുന്ന 14 വീടുകളുടെ കല്ലിടിയിൽ ചടങ്ങും ഇന്ന് നടക്കും. പാലാ രൂപതയിൽ സ്വന്തമായി വീടില്ലാത്തവരായി ആരും ഉണ്ടാകരുതെന്ന ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ ആശയമാണ് ട്രസ്റ്റിന്റെ പ്രചോദനം. ജാതിമത ഭേദമന്യേ അർഹതപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തിയാണ് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. ഓരോ വീടിനും 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു. 800 ചതുരശ്ര അടിയിൽ 3 മുറികളും ഹാളും അടുക്കളയും ബാത്റൂമും ഉൾപ്പെടുന്നതാണ് ഓരോ വീടും. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഏതൊരു പിന്തുണയെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ മതിയാകൂ. സർക്കാർ പദ്ധതികൾ കൊണ്ട് മാത്രം ലക്ഷ്യം കൈവരിക്കുക അത്ര എളുപ്പമല്ല. വിലങ്ങാട്, വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഏറ്റെടുത്ത് നടത്തുന്ന പുനരധിവാസ ദൗത്യവും മാനവികതയുടെ ഉദാത്തമായ പ്രകടനമായി നമ്മുടെ മുന്നിലുണ്ട്. എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കിയതായാണ് സർക്കാർ കണക്ക്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ നടത്തിയ കണക്കെടുപ്പ് പ്രകാരം സംസ്ഥാനത്ത് 5,14,000-ഓളം ഭവനരഹിതരുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ 3,33,416 പേർക്ക് സ്വന്തമായി ഭൂമിയില്ലായിരുന്നു. പദ്ധതി ഭവനരഹിതരുടെ എണ്ണം കുറച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിരവധി കുടുംബങ്ങൾക്ക് വീടുകൾ ആവശ്യമാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവും നിർമ്മാണ ചെലവുകളും പാർപ്പിട പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. നഗരവൽക്കരണത്തിന്റെ ഗതിവേഗം കൂടുകയും നിർമ്മാണ ചെലവുകൾ കുതിച്ചുയരുകയും ചെയ്യുന്നതാണ് ലോകത്തെവിടെയും ഭവനരഹിതരുടെ എണ്ണം കൂട്ടുന്നത്. CAI നൈറ്റ് ഫ്രാങ്ക് റിപ്പോർട്ട് പ്രകാരം 2030 ഇന്ത്യയിൽ 3.12 കോടി വീടുകളുടെ കുറവുണ്ടാകുമെന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നന്മയുള്ള മനസ്സുകളുടെ ഹൃദയപൂർവ്വമായ പിന്തുണ ഭവന പദ്ധതികളുടെ വിജയത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഉണർന്ന് പ്രവർത്തിക്കുന്ന സർക്കാരിനൊപ്പം ലക്ഷ്യബോധവും കരുണയുമുള്ള സമൂഹവും ഒത്തുചേരുമ്പോഴാണ് ആത്മാഭിമാനവും നിലവാരവുമുള്ള ജീവിതം സാധ്യമാവുന്നത്. ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുര്യൻ ചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാം. ഇവരുടെ പ്രവർത്തനം കൂടുതൽ തുടർചലനങ്ങൾക്ക് വഴിയൊരുക്കട്ടെ എന്ന് ആശംസിക്കാം.